عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أصبح أحدكم يوما صائما فلا يرفث ولا يجهل فإن امرؤ شاتمه أو قاتله فليقل إني صائم മുസ്ലിം 1151. നോമ്പുകാരൻ അനാവശ്യ സംസാരങ്ങളിൽ നിന്നും ചീത്ത വാക്കുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും വല്ല ദിവസവും നോമ്പുകാരനായാൽ ഫലാ യർഫുസ് വലാ യജ്ഹൽ, അവൻ അനാവശ്യ സംസാരങ്ങൾ നടത്തരുത്. വലാ യജ്ഹൽ, അറിവില്ലായ്മയുടെ വാക്കോ പ്രവർത്തനവോ അതും ഉണ്ടാകരുത്. ഫഇനിമ്രുഉൻ ശാതമഹു ഔ ഖാതലഹു, ഇനി വല്ലവനും നോമ്പുകാരനോട് ചീത്ത പറയാനോ ഏറ്റുമുട്ടാനോ വന്നാൽ അവൻ പറയട്ടെ, തീർച്ചയായും ഞാൻ നോമ്പുകാരനാണ് എന്നവൻ പറയട്ടെ. ഇതേ ഹദീസ് ചെറിയ ഒരു പദ വ്യത്യാസത്തോടുകൂടി ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലാ യജ്ഹൽ എന്നതിന് പകരം വലാ യസ്ഹബ് എന്ന് കാണാം. ഈ ഹദീസിന്റെ ലക്ഷ്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, വ്രതം എന്ന് പറയുന്നത് പട്ടിണി കിടക്കൽ മാത്രമല്ല, മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുക, ശുദ്ധീകരിക്കുക, ഹൃദയത്തെ ലോലമാക്കുക, അത് മുഖേന തന്റെ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുക, അത് എല്ലാ പാപങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടായിരിക്കണം. അതല്ലാതെ അന്നപാനീയങ്ങളോ ലൈംഗിക ബന്ധമോ വെടിഞ്ഞതുകൊണ്ട് മാത്രമല്ല എന്നതാണ്.